Now let us learn the third trend in D block elements, that is oxidation state. So what is oxidation state? Simply we can say the ability of atom to lose electrons to form compounds. So the first point is transition metals show variable oxidation state. This is because in these elements D and S electrons have comparable energies. So in chemical reactions along with S electrons, D electrons also participate. So in the case of transition elements, it show variable oxidation state. So maybe from +2 to +7, that means +2, +3, +4, +5 അങ്ങനെ +7 വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഈ ട്രാൻസിഷൻ മെറ്റൽസ് കാണിക്കുന്നു. അതിന് കാരണം എസ് ഇലക്ട്രോൺസിനെ കൂടാതെ അല്ലെങ്കിൽ എസ് ഇലക്ട്രോൺസിൻ്റെ കൂടെ ഡി ഇലക്ട്രോൺസും കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. സോ വെൻ യു സീ ദ electronic configuration, it is clear that there are 3D electrons and 4s electrons in the outer shell for 3D series. So 3D series in the case 3D ഇലക്ട്രോൺസും 4s ഇലക്ട്രോൺസും ഉണ്ട്. സോ 3Dയും 4sഉം തമ്മിൽ എനർജി ഡിഫറൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ വലിയ എനർജി വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ 3Dയിലെയും 4sലെയും ഇലക്ട്രോൺസ് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് കാണിക്കുന്നത്. സോ ദറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിൻറ്റ്. ദ സെക്കൻഡ് പോയിൻറ്റ് ഇസ് in a given transition series the maximum oxidation states increases up to the middle and then decreases. This is due to half-filled or noble gas configuration. In the case of 3D series consider ചെയ്താൽ the maximum oxidation state increases up to the middle. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്, അതായത് കൂടി ഏറ്റവും കൂടുതൽ വരുന്നത് മിഡിൽ എലമെൻറ്റ് വരുന്നു, അതിനുശേഷം ദെൻ ഡിക്രീസസ്. സോ ഇൻ ദ കേസ് ഓഫ് 3D സീരീസ് സ്കാൻഡിയത്തിൻ്റെ കേസിൽ നിന്ന് സ്കാൻഡിയം മുതൽ സിങ്ക് വരെ പോകുമ്പോൾ മിഡിൽ എലമെൻ്റ് എന്ന് പറയുന്നത് മാംഗനീസാണ്. സോ മാംഗനീസിൻ്റെ കേസിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. അവിടെയാണ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഏറ്റവും വലിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ടുള്ള +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. സോ ദാറ്റ് ഇൻക്രീസസ് അപ് ടു ദ മിഡിലാവുമ്പോൾ ഏറ്റവും കൂടുന്നു, ദെൻ ഡിക്രീസസ്. സോ ദാറ്റ് ഈസ് ഡ്യൂ ടു ഹാഫ് ഫിൽഡ് ഓർ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. The maximum oxidation state increases up to the middle and then decreases. അതിൻ്റെ റീസൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനും നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനും കാരണമാണ് അത്തരത്തിലൊരു വ്യത്യാസം ഉണ്ടാകുന്നത്. സോ എന്തായാലും ഏറ്റവും മിഡിൽ എലമെൻറ്റ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. 3D സീരീസിൻ്റെ കേസിൽ അത് മാംഗനീസാണ്. ദെൻ ദ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഫസ്റ്റ് റോ ട്രാൻസിഷൻ സീരീസ് അല്ലെങ്കിൽ 3D സീരീസ് ഇറ്റ് ഇസ് +2. സോ +2 ആണ് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാ എലമെൻസും 3D സീരീസിൽ എല്ലാ എലമെൻസും കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റാണ്. +2 കൂടാതെ പല ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ വരുന്നുണ്ട്, എന്നാലും എല്ലാവരും കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിരിക്കും. എന്നാൽ ദർ ഇസ് a difference, that is scandium. The first element scandium generally show +3 oxidation state because after the removal of 3 electrons it gets a stable noble gas configuration, that is for argon. So argon in the configuration lettunnu if it removes 3 electrons. 3 electrons remove ചെയ്തു കഴിഞ്ഞാൽ scandium attains a noble gas configuration. So when you see this configuration of scandium, it is the atomic number is 21, configuration is argon, then 3D1 4s2. So 3 electrons outer shell മാറ്റി കഴിഞ്ഞാൽ they attain a noble gas configuration for argon. ആർഗണിൻ്റെ കോൺഫിഗറേഷനിൽ എത്തുന്നു. അതുകൊണ്ട് തന്നെ സ്കാൻഡിയത്തിന് ഏറ്റവും ബെസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ 3 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതാണ്. അതായത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്കാൻഡിയത്തിൻ്റെ കേസിലുള്ളത്. സോ ഇറ്റ് ഷോസ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പല ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നു എന്ന് പറഞ്ഞാലും സ്കാൻഡിയത്തിൻ്റെ കേസിൽ ദർ ഇസ് ഓൺലി 1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ദാറ്റ് ഇസ് +3 ഇറ്റ്സെൽഫ്. ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് സിങ്ക് ഇസ് +2. ഓക്സിഡേഷൻ സ്റ്റേറ്റ് സിങ്കിൻ്റെ കേസിൽ +2 ആണ് ബിക്കോസ് ദ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ ഓഫ് Zn2+. അതായത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ Zn2+ ആകുന്നു. Zn2+ ആകുമ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ എന്താണ്? സോ സിങ്കിൻ്റെ കേസിൽ 3D10 4s2 ആണ്. 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു, അതായത് 4sലെ 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് അറ്റെയിൻ എ കംപ്ലീറ്റ്ലി ഫിൽഡ്
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ദാറ്റ് ഈസ് 3D10 എന്നുള്ള കോൺഫിഗറേഷനിലെത്തുന്നു. സോ കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷനിലെത്തുന്നു Zn 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുമ്പോൾ. സോ Zn 2+ ആയി നിൽക്കുന്നു. Zn 2+ ആകുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷനാണ്. അതുകൊണ്ട് തന്നെ Znൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. Then the higher oxidation state shown by any transition element is +7, that is for manganese. So മാംഗനീസിൻ്റെ കേസിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് ഓക്സിഡേഷൻ നമ്പർ ഏറ്റവും കൂടുതൽ വരുന്നത് മാംഗനീസിൻ്റെ കേസിലാണ്, that is +7. Then comes the next point, that is atomic and ionic radii. In a given transition series, the atomic and ionic radii first decreases, then become constant and increases towards the end of the series. That is a trend. So ആറ്റമിക് നമ്പർ കൂടുന്നതനുസരിച്ച്, അതായത് 3D സീരീസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആദ്യം ആറ്റമിക് റേഡിയൈ അല്ല അയോണിക് റേഡിയൈ ബോത്ത് രണ്ടും ഒരേപോലെയാണ്, അതിൻ്റെ ട്രെൻഡ് ഒരേപോലെയാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇറ്റ് ഡിക്രീസസ്, ആദ്യം അത് കുറയുന്നു, ദെൻ ബിക്കം കോൺസ്റ്റൻറ്റ്, ദെൻ ഇൻക്രീസസ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സീരീസ്. അതൊരു ചെറിയ ഗ്രാഫ് പോലെ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പം ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ, ആ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും. ദറ്റ് ഈസ് when atomic number increases, radii decreases, then become a constant, then increases. This is because in transition elements, the new electrons enters in a d orbital. Initially, since there is a few number of d electrons, the shielding effect is very poor. As the atomic number increases, the nuclear charge also increases, so the atomic radius decreases. So നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ പറഞ്ഞാലും മതി. അതായത് ഇൻ എ പീരീഡ് വെൻ ആറ്റമിക് നമ്പർ ഇൻക്രീസസ്, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ആറ്റമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ന്യൂക്ലിയർ ചാർജും കൂടുന്നു. സോ ന്യൂക്ലിയസ് ഹാസ് എ ടെൻഡൻസി ടു പുൾ ദ ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാലും മതി. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ, ആദ്യത്തെ കേസിൽ, അതായത് ആദ്യത്തെ 2-3 എലമെൻസിൻ്റെ കേസിൽ, ആ ഫസ്റ്റ് എലമെൻറ്റ്സ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് 2-3 എലമെൻസിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഡി ഇലക്ട്രോൺസിൽ ഫില്ലിങ് നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഡിയും എസ് ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചതാണ്. സോ 3Dയിലെ ഇലക്ട്രോൺസ് ഓരോന്നോരോന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 4s അടുത്ത ലെവലാണ്, അടുത്ത എനർജി ലെവലാണ്. സോ 4s വരെയുള്ള ദൂരമാണ് ശരിക്കും ആറ്റമിക് റേഡിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ന്യൂക്ലിയസ് മുതൽ ഔട്ടർ ഷെൽ എന്ന് പറയുന്ന 4s, അവിടെ വരെയുള്ള ദൂരമാണ് ആറ്റമിക് റേഡിയസ് എന്ന് പറയുന്നത്. സോ 4sലെ ഇലക്ട്രോൺസിന് അനുഭവപ്പെടുന്ന ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് 2-3 എലമെൻറ്റ്സ്. ഏറ്റവും കൂടുതൽ ന്യൂക്ലിയർ ചാർജ് വരുന്നതനുസരിച്ച്, ന്യൂക്ലിയർ ചാർജ് ആറ്റമിക് നമ്പർ കൂടുമ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടും. സോ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതനുസരിച്ച് 4s ഇലക്ട്രോൺസിനെ കൂടുതൽ അടുപ്പിക്കാനുള്ള ടെൻഡൻസി ന്യൂക്ലിയസിന് ഉണ്ടാകുന്നു. അതാണ് ശരിക്കും നടക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് ഒരു 3D ഇലക്ട്രോൺസ് ഉണ്ട്, അതായത് അവർ ഷീൽഡ് ചെയ്ത് നിൽക്കുകയാണ്. 4s ഇലക്ട്രോൺസും ന്യൂക്ലിയസും തമ്മിൽ ഉള്ള ആ ഒരു കണക്ഷൻ കട്ട് ചെയ്ത് നിർത്തുന്നത് ആ 3D ഇലക്ട്രോൺസ്. പക്ഷേ ആ ഷീൽഡിങ് ഇഫക്റ്റ് വളരെ പുവറാണ് ആദ്യത്തെ 2-3 എലമെൻസിൻ്റെ കേസിൽ. അതുകൊണ്ടാണ് ശരിക്കും ആറ്റമിക് റേഡിയൈ കുറഞ്ഞു വരുന്നത്. ഷീൽഡിങ് ഇഫക്റ്റ് വളരെ പുവറാണ്. ശരിക്കും 4sഉം ന്യൂക്ലിയസും തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്, ഷീൽഡിങ് ഇഫക്റ്റ് പുവർ ആയതുകൊണ്ട്. അപ്പോൾ ഷീൽഡിങ് ഇഫക്റ്റ് വളരെ കുറവാണ് 3D ഇലക്ട്രോൺസ് കൊടുക്കുന്നത്. അതുകൊണ്ട് 4sഉം ന്യൂക്ലിയസും തമ്മിൽ കണക്ഷനുണ്ട്. അങ്ങനെ വരുമ്പോൾ 4s ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് പുള്ള് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ ആറ്റമിക് റേഡിയസ് കുറയും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് റീസൺ, അതായത് ആദ്യം കുറയുന്നു എന്നുള്ളതിൻ്റെ കാരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു പോയിൻറ്റ്, ടുവേർഡ്സ് ദ മിഡിൽ ഇറ്റ് ബിക്കം കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ടുവേർഡ്സ് ദ മിഡിൽ ഓഫ് ദ സീരീസ് ദ ഇൻക്രീസ് ഓഫ് nuclear charge is balanced by the shielding effect and so the atomic radius become constant. So 3D ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3D സബ്ഷെൽ ഇലക്ട്രോൺസ് കൂടി വരികയാണ്. സോ മിഡിൽ എലമെൻറ്റ്സ് ആകുമ്പോഴത്തേക്ക് ഈ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, പക്ഷേ ഷീൽഡിങ് ഇഫക്റ്റും കൂടി വരികയാണ്. സോ 3Dയിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം അത് തമ്മിലൊരു ബാലൻസ് ഉണ്ടാകുന്നു. ആ ഒരു ബാലൻസിങ് കാരണം
അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു കുറച്ച് സമയത്തേക്ക്, അല്ലെങ്കിൽ 1-2 എലമെൻസിൻ്റെ കേസിൽ ആ റേഡിയസ് കോൺസ്റ്റൻ്റ് ആണ്. Then towards the end of the series, the electron repulsion increases, the atomic radius also increases. So towards the end of the series എന്ന് പറഞ്ഞാൽ 3Dയിൽ മാക്സിമം ഫില്ലിംഗ് നടക്കുകയാണ്, അതായത് 8, 9, 10 എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. സോ 3Dയിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടി വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൽഷൻ കൂടുതലാണ്. സോ റിപ്പൽഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് റേഡിയസ് കൂടുകയാണ്. ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ ആണ്. സോ ഇലക്ട്രോൺ റിപ്പൽഷൻ ഇൻക്രീസസ്, the atomic radius also increases. So the trend is first decreases, then become a constant, then increases. That is the trend. Then comes magnetic properties. The transition metals show mainly 2 types of magnetic properties, paramagnetism and diamagnetism. Some transition metals also show ferromagnetism, which is an extreme case of paramagnetism. So paramagnetism arises from the presence of unpaired electrons. Each unpaired electron is associated with a spin magnetic moment and an orbital magnetic moment. For the compounds in the first row transition elements, the contribution of orbital magnetic moment is effectively cancelled, and so only spin magnetic moment is considered. It is determined by number of unpaired electrons and is calculated by the spin only formula, that is mu s equals root of n into n plus 2, where n is the number of unpaired electrons and mu s is the spin only magnetic moment in the unit of Bohr magneton Bm. The magnetic moment increases with increase in number of unpaired electrons. Thus, the observed magnetic moment gives an idea about the number of unpaired electrons present in the atom or ion. So, magnetic properties എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ട്രാൻസിഷൻ മെറ്റൽസ് 2 തരത്തിലുള്ളതാണ് സാധാരണയായി കാണിക്കുന്നത്, പാരാമാഗ്നറ്റിസവും ഡയമാഗ്നറ്റിസവും. പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ പാരാമാഗ്നറ്റിക്, പെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ ദാറ്റ് ഇസ് ഡയാമാഗ്നറ്റിക്. സോ അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനെ ആശ്രയിച്ചാണ് ഈ പാരാമാഗ്നറ്റിസം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ പാരാമാഗ്നറ്റിസം arises due to the presence of unpaired electrons. So unpaired electrons എന്ന് പറയുമ്പോൾ അതിന് ഒരു സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. സോ സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ്, അതിൻ്റെ സ്പിൻ, ആ ഇലക്ട്രോൺസിൻ്റെ സ്പിന്ന് കാരണമുണ്ടാകുന്ന മാഗ്നറ്റിക് മൊമെൻ്റ്, ആ മാഗ്നറ്റിക് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് mu is equal to root of n into n plus 2. n എന്ന് പറഞ്ഞാൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കുക, എന്നിട്ട് റൂട്ട് ഓഫ് n ഇൻറ്റു n പ്ലസ് 2 എന്ന ഫോർമുല ഉപയോഗിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ പഠിക്കണം. സോ ദാറ്റ് ഇസ് the unit of this magnetic moment, spin only magnetic moment, is Bohr magneton, or it is Bm. So it totally depends on the number of unpaired electrons. So ഓരോ എലമെൻറ്റിൻ്റെയും കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്നുള്ളത്. സോ അൺപെയർഡ് ഇലക്ട്രോൺസ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. Then comes the next point, that is formation of colored ions or compounds. Most of the transition metal ions or compounds are colored. This is because of the presence of partially filled d orbitals. When an electron from a lower energy d orbital is excited to higher d level, it absorbs energy, and this is equal to the energy of certain colors in visible region. So the color observed is the complementary color of the light absorbed. സോ ഒരു സബ്സ്റ്റൻസിന് അല്ലെങ്കിൽ ഒരു തിങ്ങിന് എങ്ങനെയാണ് കളർ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് കളറ് നമുക്ക് പറയാൻ പറ്റുന്നത്? ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന കളറിൻ്റെ കോംപ്ലിമെൻ്ററി കളർ, അതായത് കളർ ഒബ്സർവ്ഡ് ഇസ് ദ കോംപ്ലിമെൻ്ററി കളർ ഓഫ് ദ ലൈറ്റ് അബ്സോർബ്ഡ്. സോ വിസിബിൾ റീജിയനിലെ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി കളറാണ് നമ്മൾ കാണുന്ന കളറ്. സോ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കേസിൽ ആ ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സ്, ആ കോമ്പൗണ്ട്സ് എല്ലാം കളേർഡ് ആയിരിക്കും, മിക്കവാറും എല്ലാം കളേർഡ് ആയിരിക്കും. അതിന് കാരണം ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കേസിൽ നമ്മൾ കണ്ടു ഡി ഓർബിറ്റൽസിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. സോ ഡി ഓർബിറ്റൽസിൽ തന്നെ ലോവർ എനർജിയുള്ള ഡി ഓർബിറ്റലും ഹയർ എനർജിയുള്ള ഡി ഓർബിറ്റലും ഉണ്ട്. സോ അതിന് നമ്മൾ T2g ഓർബിറ്റൽസ് അല്ലെങ്കിൽ EG ഓർബിറ്റൽസ് എന്നൊക്കെ പറയും. സോ നെക്സ്റ്റ് ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാം. എന്തായാലും ഡി സബ്ഷെൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡി
ഓർബിറ്റൽസിൻ്റെ കേസിൽ ഡി ഓർബിറ്റൽസിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് കാണണം. അതായത് ആ ഡിയിൽ തന്നെ ലോ ലെവലുമുണ്ട്, ഹൈ ലെവലുമുണ്ട്. സോ ഡി ഇലക്ട്രോൺസിൽ തന്നെ ലോ ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യുമ്പോൾ അബ്സോർബ് ചെയ്യുന്ന എനർജി വിസിബിൾ റീജിയണിലെ എനർജിയാണ്. വിസിബിൾ റീജിയണിലെ അവിടുത്തെ കളേഴ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ ദ കളർ ഒബ്സർവ്ഡ് വിൽ ബി ഈസ് എ കോംപ്ലിമെൻ്ററി കളർ ഓഫ് ദ ലൈറ്റ് അബ്സോർബ്ഡ്. സോ അതാണ് ആ കളർ ഉണ്ടാവുന്നതിന് കാരണം. സോ എന്തായാലും ഒരു ഡി ട്രാൻസിഷൻ, സോ ഡി ഇലക്ട്രോൺസ് ഡിയിൽ നിന്ന് ഡിയിലേക്ക്, അതിനാണ് ഡി ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ ഡി ട്രാൻസിഷനാണ് ആക്ച്വലി ഈ ട്രാൻസിഷൻ കോമ്പൗണ്ട്സ് കളർ തരുന്നതിനുള്ള കാരണം. സോ ഡിയിൽ തന്നെ ലോ എനർജിയുമുണ്ട്, ഹയർ എനർജിയുമുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ലോ എനർജി ആയിട്ടുള്ള ഡി ലെവലിൽ നിന്നും ഹയർ എനർജിയിലെ ആയിട്ടുള്ള ഡി ലെവലിലേക്ക് ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യുമ്പോഴുള്ള കേസാണിത്. സോ സിംപ്ലി നമുക്ക് പറയാം ഒരു ഡി ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഡിയിൽ നിന്ന് ഡിയിലേക്ക് തന്നെ ഒന്ന് ട്രാൻസിഷൻ ചെയ്യുന്നു. ആ ഒരു കാരണമാണ് ഇതിൻ്റെ കളർ വ്യത്യാസപ്പെടാൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള കളർ കാണിക്കാൻ കാരണം. ഇൻ അക്യൂസ് സൊല്യൂഷൻ മോസ്റ്റ് ഓഫ് ദ ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ആർ കളേർഡ് സിൻസ് വാട്ടർ മോളിക്യൂൾ ആക്ട്സ് ആസ് എ ലിഗാൻഡ്. സോ ലിഗാൻഡ് എന്നുള്ള വാക്കൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ അല്ല. അതായത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. എന്തായാലും ചില കേസുകളിൽ ഈ ട്രാൻസിഷൻ മെറ്റലിനോട് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കി തരുന്നു, അല്ലെങ്കിൽ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ആണ് സാധാരണഗതിയിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന തരത്തിലുള്ള കോമ്പൗണ്ട്സ് ആണ് ട്രാൻസിഷൻ മെറ്റൽസ് ഫോം ചെയ്യുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കൂടെ അതിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചില മോളിക്യൂൾസ് ഉണ്ട്. ആ ട്രാൻസിഷൻ മെറ്റലിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ചില മോളിക്യൂൾസ്, അത് വാട്ടറാണ് നമ്മളിപ്പോൾ ഇപ്പോൾ പറഞ്ഞ കേസ്. അതായത് അക്യൂസ് സൊല്യൂഷൻ ഓഫ് മോസ്റ്റ് ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ആർ കളേർഡ് സിൻസ് വാട്ടർ മോളിക്യൂൾ ആക്ട്സ് ആസ് എ ലിഗാൻഡ്. അപ്പം ഈ ട്രാൻസിഷൻ മെറ്റലിനോട് ചേർന്ന് നിൽക്കുന്ന ചില മോളിക്യൂൾസിന് പറയുന്ന പേരാണ് ലിഗാൻഡ് എന്ന്. സോ അക്യൂസ് സൊല്യൂഷൻ്റെ കേസിൽ അത് വാട്ടറാണ്. സോ അങ്ങനെ വരുമ്പോൾ അതെല്ലാം കളേർഡാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. സോ എമംഗ് Ti2+ ആൻഡ് Ti4+, Ti2+ ഈസ് കളർഡ് വൈൽ Ti4+ ഈസ് കളർലെസ്. This is because Ti4+ has no partially filled d orbitals. So Ti2+ and Ti4+ നമുക്ക് നോക്കാം. Ti2+ and Ti4+. So ടൈറ്റാനിയം Ti2+ എന്ന് പറയുമ്പോൾ 3d2 4s2 കോൺഫിഗറേഷൻ. സോ 3d2 4s2 കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് ലൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ 3d2 കോൺഫിഗറേഷൻ. സോ ദർ ആർ ഇലക്ട്രോൺസ് ഇൻ ദ d subshell. So there is a possibility of excitation of electrons in the d orbitals itself. അതായത് d ട്രാൻസിഷൻ പോസിബിൾ ആണ് Ti2+ൻ്റെ കേസിൽ. എന്നാൽ Ti4+ൻ്റെ കേസ് എന്ന് പറയുമ്പോൾ 3d2 4s2 കോൺഫിഗറേഷനാണ്. സോ 4 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡിയിൽ പിന്നെ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. സോ ഡിയിൽ ഇലക്ട്രോൺസ് ഒന്നുമില്ലെങ്കിൽ d ട്രാൻസിഷൻ വിൽ നോട്ട് ഒക്കർ. അങ്ങനെയാവുമ്പോൾ കളേർഡ് കോമ്പൗണ്ട് ഉണ്ടാകാൻ പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ റീസൺ. സോ Ti2+ എന്ന് പറയുമ്പോൾ ആർഗൺ 3d2, Ti4+ എന്ന് പറയുമ്പോൾ ആർഗൺ 3d0. സോ ഡി ഇലക്ട്രോൺസ് ഇല്ല Ti4+ എന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനെ വരുമ്പോൾ ഡി ഇലക്ട്രോൺസ് ഇല്ലെന്നുണ്ടെങ്കിൽ d ട്രാൻസിഷൻ നടക്കത്തില്ല. d ട്രാൻസിഷനാണ് ശരിക്കും കളർ തരാൻ കാരണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ Ti2+ ആണോ 4+ ആണോ കളർ തരുന്ന അയോൺ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം കോൺഫിഗറേഷൻ എഴുതി നോക്കി. 2+ൽ എങ്ങനെ വരും, 4+ൽ എങ്ങനെ വരും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് നോക്കിയതിന് ശേഷം ഡിയിൽ ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കളർ തരും എഴുതാൻ പറ്റും. സോ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് കുറച്ച് വേണം. പാർഷ്യലി ഫിൽഡായിട്ട് അവിടെ ഇലക്ട്രോൺസ് വേണം. സോ Ti2+ൻ്റെ കേസിൽ 3d2 ആണ്, അവിടെ ഉണ്ട് ഇലക്ട്രോൺസ്. Ti4+ൻ്റെ കേസിൽ 3d0 ആണ്, അവിടെ ഇല്ല. സോ Ti2+ gives color. Similarly, among Cu+ and Cu2+ is colored while Cu+ is colorless. This is due to the lack of absence of partially filled d orbitals in Cu+. So Cu+ and Cu2+ എങ്ങനെയാണെന്ന് നോക്കുക. സോ Cu+ എന്ന് പറയുമ്പോൾ 4s1
4s1 ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. സോ 3d10 ആണ് പിന്നെ കോൺഫിഗറേഷൻ. സോ 3d10 കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ്, പാർഷ്യലി ഫിൽഡ് അല്ല, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അതായത് ഡി ട്രാൻസിഷൻ നടക്കാനായിട്ട് എക്സൈറ്റേഷന് പോസിബിലിറ്റി ഇല്ല അവിടെ. സോ ഡി കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ ഒരു ട്രാൻസിഷൻ്റെ സാധ്യതയില്ല. അതുകൊണ്ട് Cu+ കളർലെസ് ആണ്. എന്നാൽ Cu2+ൻ്റെ കേസ് നോക്കുക. Cu2+ എന്ന് പറയുമ്പോൾ 4sൽ നിന്ന് ഒരെണ്ണം പോയി 3d10ൽ നിന്ന് ഒരെണ്ണം പോകും. സോ 3d9 ആവും കോൺഫിഗറേഷൻ. സോ എഗെയിൻ ഒരു പാർഷ്യൽ ഫില്ലിങ് അവിടെ വന്നു. അങ്ങനെ വരുമ്പോൾ Cu2+ ആണ് കളർ തരുന്ന അയോൺ. സോ അതാണ് നമ്മളിപ്പോൾ കണ്ടത്. Cu+ഉം Cu2+ഉം കമ്പയർ ചെയ്യുമ്പോൾ Cu2+ ഈസ് കളേർഡ് വൈൽ Cu+ ഈസ് കളർലെസ്. Then comes formation of complexes. Transition metals form a large number of complexes. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കോംപ്ലെക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. അതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്നോ അല്ലെങ്കിൽ കോംപ്ലെക്സ് കോമ്പൗണ്ട്സ് എന്നോ പറഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ അത് ട്രാൻസിഷൻ മെറ്റൽസ് ആണ് ഈ കോംപ്ലെക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്. സോ അതിന് കാരണം this is due to comparatively small size, high ionic charge, presence of partially filled d orbitals, ability to show variable oxidation state. ഈ 4 പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് കോംപ്ലെക്സ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. കോംപ്ലെക്സ് കോമ്പൗണ്ടിൻ്റെ 2-3 എക്സാമ്പിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ഫെമിലിയർ അല്ല, എങ്കിലും നെക്സ്റ്റ് ചാപ്റ്റർ കഴിയുമ്പോൾ വളരെ ഫെമിലിയർ ആവും. ഈ കോംപ്ലെക്സ് കോമ്പൗണ്ട്സിൻ്റെ നെയിമിങ്ങും എല്ലാം പഠിക്കാനുണ്ട്. സോ ഈ കോംപ്ലെക്സ് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തായാലും ഒരു ട്രാൻസിഷൻ മെറ്റൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ട്രാൻസിഷൻ മെറ്റൽസ് ആണ് ഈ കോംപ്ലെക്സ് കോമ്പൗണ്ട്. ആ പേരിൽ തന്നെ ഉണ്ട്. ആ ഫോർമുല കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് ഫോർമുല. സോ ഒരു കോംപ്ലെക്സ് കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറയും. സോ ആ കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലെങ്കിൽ കോംപ്ലെക്സ് കോമ്പൗണ്ട്സുകൾ ഫോം ചെയ്യുന്നത് ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. സോ ട്രാൻസിഷൻ മെറ്റൽസ് ഫോം ലാർജ് നമ്പർ ഓഫ് complexes. Then comes catalytic property. Transition metals acts as a catalyst in a large number of chemical reactions. This is due to their large surface area and their ability to show variable oxidation state. രണ്ട് കാരണങ്ങൾ, ഒന്ന് ലാർജ് സർഫസ് ഏരിയ ആൻഡ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസ് പല കേസിലും ഒരു കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ സർഫസ് കെമിസ്ട്രിയിൽ കാറ്റലിസ്റ്റിൻ്റെ പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ട്. സോ സർഫസ് ഏരിയ കൂടിയാൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്കറിയാം. സോ ലാർജ് സർഫസ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നത് കൊണ്ട് ട്രാൻസിഷൻ മെറ്റൽസിനെ പല റിയാക്ഷൻസിലും കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നു. Then comes interstitial compound formation. These are formed when smaller atoms like hydrogen, nitrogen, carbon, boron, etc. are trapped inside the crystal lattice of the metal. They are usually non-stoichiometric and neither typically ionic nor covalent. So interstitial compound formation സാധ്യതയുണ്ട്. അതായത് ഈ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുമ്പോൾ ആ മെറ്റൽസിൻ്റെ ഇടയിലായിട്ട് ട്രാപ്പ് ചെയ്ത് ചെറിയ ആറ്റംസ് വരുന്നു. ഹൈഡ്രജനോ നൈട്രജനോ കാർബണോ പോലെയുള്ള ചില എലമെൻറ്റ്സ് അതിനിടയിൽ ട്രാപ്പ് ചെയ്തു വരുന്നു. അതിനെയാണ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത്. സം ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് these compounds are they are having high melting point, they are very hard, they retain metallic conductivity, they are chemically inert. അപ്പോൾ ഈ 4 പ്രത്യേകതകളാണ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്സിന് ഉള്ളത്. Then comes alloy formation. So alloys are homogeneous solid solutions of elements in which at least one element is a metal. അപ്പോൾ നമുക്ക് അലോയ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. They are formed by atoms with metallic radii within about 15% of each other. Because of similar radii and other characteristics of transition metals, they readily form alloys. The alloys formed are hard and have high melting point. So bronze, brass, stainless steel, അങ്ങനെ പല എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ അലോയ് ഫോർമേഷൻ കാണിക്കുന്നതാണ് ഈ ട്രാൻസിഷൻ മെറ്റൽസ് അലോയ് ഫോർമേഷൻ ദറ്റ് ഷോ അലോയ് ഫോർമേഷൻ. സോ അലോയ്സ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് സോളിഡ് സൊല്യൂഷൻസ് ആണ്. അലോയ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അലോയ്സ് ഉണ്ട്. അതിനകത്തെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്
പലപ്പോഴും ട്രാൻസിഷൻ മെറ്റൽസ് തന്നെ ആയിരിക്കും.